നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരെയായിരുന്നു. ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഫ്രിൻസ് ക്ലാസിഫിക്കേഷനകത്തെ മൂന്നാമത്തേതാണ്. അതായത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം, സിംഗിൾ ഡാറ്റ സ്ട്രീം ആർക്കിടെക്ചർ. മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം, സിംഗിൾ ഡാറ്റ സ്ട്രീം. അപ്പൊ ഏതിനകത്ത് തന്നെ ഉണ്ട് എന്താണ്, ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസും ആ ഇൻസ്ട്രക്ഷൻസ് വർക്ക് ചെയ്യുന്നത് സെയിം ഡേറ്റയിലും. ഒരു ഡേറ്റ മാത്രവും ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസും ഉള്ള ആർക്കിടെക്ചർ ആണ് ഏത്, MISD എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഫിഗർ നോക്കിക്കേ, ഒന്നിലധികം ഇൻസ്ട്രക്ഷൻ സ്ട്രീം. അപ്പൊ അതിനനുസരിച്ചുള്ള കൺട്രോൾ യൂണിറ്റുകളാണ് തന്നിരിക്കുന്നത്, ഓരോരോ പ്രോസസ്സേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഷെയർഡ് മെമ്മറിയും കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നിലധികം ഇൻസ്ട്രക്ഷൻ സ്ട്രീം, ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസ്, ഒരു സിംഗിൾ ഡേറ്റയും. അപ്പൊ ഇവിടെ നോക്കുക, നമ്മുടെ വർക്കിംഗ് എങ്ങനെയായിരിക്കും, മെമ്മറിയിൽ നിന്നും നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ഓരോ കൺട്രോൾ യൂണിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സ്ട്രീമിനെ മെമ്മറിയിൽ നിന്നും ഫെച്ച് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഇൻസ്ട്രക്ഷൻ സ്ട്രീമിനെ ഡീകോഡ് ചെയ്ത് പ്രോസസ്സിംഗ് യൂണിറ്റിലോട്ട് കൊടുക്കുന്നു. ഇനി ആ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ത് ചെയ്യുന്നു, മെമ്മറിയിൽ നിന്നും ഡേറ്റാനെ ഫെച്ച് ചെയ്യുന്നു. ആ ഡേറ്റയിൽ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്തതിനു ശേഷം റിസൾട്ട് കൊണ്ട് മെമ്മറിക്കകത്ത് തന്നെ സ്റ്റോർ ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുന്നത്, മറ്റൊരു ഇൻസ്ട്രക്ഷനെ, രണ്ടാമത് ഒരു ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്നും ഫെച്ച് ചെയ്യുന്നു, കൺട്രോൾ യൂണിറ്റ് ഡീകോഡ് ചെയ്യുന്നു, പ്രോസസ്സിംഗ് യൂണിറ്റിലോട്ട് കൊടുക്കുന്നു. നമ്മുടെ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ത് തന്നെയാ ചെയ്യുന്നത്, നേരത്തെ എടുത്തിരിക്കുന്ന ആ ഡേറ്റ തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോസസ്സിംഗ് യൂണിറ്റ് പിക്ക് ചെയ്യുന്നത്. അതിനുശേഷം മറ്റൊരു ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്നു, റിസൾട്ട് കൊണ്ട് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ എത്ര കൺട്രോൾ യൂണിറ്റുകൾ ഉണ്ടോ അത്രയും കൺട്രോൾ യൂണിറ്റുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോരോ ഇൻസ്ട്രക്ഷൻസിനും, പക്ഷെ നമ്മുടെ പ്രോസസ്സിംഗ് യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രീം എന്ന് പറയുന്നത് ഒരൊറ്റ ഒരെണ്ണം തന്നെയായിരിക്കും. അപ്പൊ ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം, സിംഗിൾ ഡാറ്റ സ്ട്രീമിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, x+y ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് എടുക്കുക, x-y ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് എടുക്കുക, x×y മറ്റൊരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് എടുക്കുക. അപ്പൊ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ഡേറ്റ സ്ട്രീം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, 5ഉം 4ഉം ആണ് ഡേറ്റ എന്ന് വിചാരിക്കുക. 5ഉം 4ഉം എന്ന് പറയുന്ന ഒരൊറ്റ ഡേറ്റ സ്ട്രീമിനകത്തുള്ള ഡേറ്റകളാണ് 5ഉം 4ഉം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വർക്കിംഗ് എങ്ങനെയായിരിക്കും, ഒന്നാമത്തെ കൺട്രോൾ യൂണിറ്റ് വർക്ക് ചെയ്യുമ്പോൾ x+y ആണ് ഇൻസ്ട്രക്ഷൻ. അങ്ങനെ ആകുമ്പോൾ 5ഉം 4ഉം കൂടെ കൂട്ടി 9 ആയിരിക്കും ഇവിടെ കിട്ടുന്ന റിസൾട്ട്. ആ റിസൾട്ട് കൊണ്ട് മെമ്മറിക്കകത്ത് തന്നെ സ്റ്റോർ ചെയ്യുന്നു. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, x-y ആണ്. അപ്പൊ x-y പറയുമ്പോൾ x-y രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ, രണ്ടാമത്തെ കൺട്രോൾ യൂണിറ്റ് ആ ഇൻസ്ട്രക്ഷൻ എടുത്ത് ഫെച്ച് ചെയ്ത് പ്രോസസ്സിംഗ് യൂണിറ്റിന് കൊടുത്ത് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡേറ്റ ഏത് തന്നെയാണ്, 5ഉം 4ഉം തന്നെയാണ്. അപ്പൊ x-y ആകുമ്പോൾ 5ൽ നിന്ന് 4 മൈനസ് ചെയ്തിട്ട് 1 എന്നുള്ള റിസൾട്ട് എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു, മെമ്മറിക്കകത്ത് കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, x×y ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കൺട്രോൾ യൂണിറ്റ് x×y ആയിരിക്കും ഡീകോഡ് ചെയ്ത് PUവിന് കൊടുക്കുന്നത്. PU വർക്ക് ചെയ്യുന്ന ഡേറ്റ ഏത് തന്നെയാണ്, 5ഉം 4ഉം തന്നെയാണ്. അപ്പൊ 5×4 20 എന്നുള്ള റിസൾട്ട് ആയിരിക്കും നമ്മുടെ മെമ്മറിക്കകത്ത് കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസ് ഒരേ ഡേറ്റയിൽ തന്നെയാണ് കൺകറന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതാണ് MISD എന്ന് പറയുന്ന ആർക്കിടെക്ചർ. ഇനി ലാസ്റ്റത്തെ ആർക്കിടെക്ചർ ആണ് MIMD. അപ്പൊ പേരിനകത്ത് തന്നെ ഉണ്ടേത്, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം, മൾട്ടിപ്പിൾ ഡേറ്റ സ്ട്രീം ആർക്കിടെക്ചർ. ഫിഗറിനകത്ത് തന്നെ തന്നിരിക്കുന്നത് നോക്കിക്കേ, ഒന്നിലധികം CPUസും ഉണ്ട്, അതുപോലെ തന്നെ ഒന്നിലധികം ഡേറ്റ സ്ട്രീമുകളും ഉണ്ട്. ഓരോ CPUനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻ സ്ട്രീമും ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഡേറ്റ സ്ട്രീമുകളുമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് മെമ്മറി യൂണിറ്റ്, ഷെയർഡ് മെമ്മറി ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. IS എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ സ്ട്രീം ആണ്. PU എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് യൂണിറ്റ്, CU എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ്. അപ്പൊ ഇവിടുത്തെ വർക്കിംഗ് എങ്ങനെയാണ്, ഇവിടെ ഒരു 3 പ്രൊസസ്സറാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വർക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഓരോ പ്രൊസസ്സറും ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്നും പിക്ക് ചെയ്യുന്നു. ഓരോ പ്രോസസ്സിംഗ് യൂണിറ്റും ഡിഫറെന്റ് ആയിട്ടുള്ള ഡേറ്റകളെ പ്രോസസ്സ് ചെയ്യുന്നു, റിസൾട്ടിനെ സ്റ്റോർ ചെയ്യുന്നു. ഓരോ CPUവും അല്ലെങ്കിൽ ഓരോ പ്രൊസസ്സറും ഓരോ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെന്റ് ഡേറ്റകളെ ഫെച്ച് ചെയ്ത് ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ടിനെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് x+y ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് x-y ആണെന്ന് വിചാരിക്കുക. മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് x×y ആണെന്ന് വിചാരിക്കുക. നമ്മുടെ
മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമിനകത്തെ ഇൻസ്ട്രക്ഷൻ ആണ് ഈ തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷനും ആർക്കൊക്കെ കൊടുത്തു? CU1നും CU2നും CU3ക്കും അസൈൻ ചെയ്ത് കൊടുത്തു. അവരത് ഡീകോഡ് ചെയ്തു എങ്ങോട്ട് വന്നു? PU1ലേക്കും PU2ലേക്കും PU3ലേക്കും വന്നെന്ന് വിചാരിക്കുക. PU1ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കും? കോഡ് എന്തായിരിക്കും? x+y ചെയ്യുക. അതാണ് അവിടുത്തെ കമാൻഡ്. ഇനി PU2ന് കിട്ടുന്ന കമാൻഡ് ഏതാ? x-y ചെയ്യുക. അതാണ് അവിടുത്തെ ഓപ്പറേഷൻ. ഇനി PU3ക്ക് കിട്ടുന്ന കമാൻഡോ? x×y ചെയ്യുക. അപ്പൊ ഈ PU ഓരോ പ്രാവശ്യം പിക്ക് ഔട്ട് ചെയ്യുന്ന ഡേറ്റ സ്ട്രീം എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞത്? ഡിഫറന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ പിക്ക് ചെയ്യുന്ന ഡേറ്റ 5ഉം 4ഉം ആണെന്ന് വിചാരിക്കുക. ഇവിടെ പിക്ക് ചെയ്യുന്ന ഡേറ്റ 4ഉം 2ഉം ആണെന്ന് വിചാരിക്കുക. ഇവിടെ പിക്ക് ചെയ്യുന്ന ഡേറ്റ 6ഉം 1ഉം ആണെന്ന് വിചാരിക്കുക. അപ്പൊ കണ്ടോ, ഡേറ്റകൾ 3 ആയത് കണ്ടോ, മാറിയത് കണ്ടോ? അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷനും എങ്ങനെ തന്നെയാണ്? 3 തന്നെയാണ്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ CU എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്നാമത്തെ PU എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ x+y ആണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഡേറ്റ 5ഉം 4ഉം ആണ്. അപ്പൊ 5ഉം 4ഉം കൂടെ ആഡ് ചെയ്ത് 9 എന്നുള്ള റിസൾട്ട് ആയിരിക്കും നമ്മുടെ മെമ്മറിക്കകത്ത് കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി രണ്ടാമത്തെ PU എക്സിക്യൂട്ട് ചെയ്യുമ്പോഴോ x-y എന്നുള്ളതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ. ഡേറ്റ 4ഉം 2ഉം ആണ്. 4ഉം 2ഉം കൂടെ മൈനസ് ചെയ്തിട്ട് 2 എന്നുള്ള റിസൾട്ട് ആയിരിക്കും ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി മൂന്നാമത്തെ PU വരുമ്പോഴോ x×y എന്നുള്ളതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഡേറ്റ സ്ട്രീമിനകത്ത് എടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നതോ 6ഉം 1ഉം ആണ്. അപ്പൊ 6ഉം 1ഉം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 6ഉം തന്നെയുള്ള റിസൾട്ട് എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും? മെമ്മറിക്കകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഏതാണ്? MIMD എന്ന് പറയുന്നതാണ് എഫിഷ്യന്റ് ആയിട്ടുള്ളത്. അതായത് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് അറ്റ് എ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് വരുന്ന ഫ്ലിൻസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മളെ ഡെഫിനിഷൻസും കാര്യങ്ങളും എല്ലാം മുകളിൽ തന്നിരിക്കുന്നത്. അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അങ്ങനെ കുറെ പോയിന്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ആദ്യമേ തന്നിരിക്കുന്ന നോക്കിയേ, സിംഗിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം, സിംഗിൾ ഡേറ്റ സ്ട്രീം. അപ്പൊ ഇൻസ്ട്രക്ഷൻ സ്ട്രീമും ഡേറ്റ സ്ട്രീമും എന്താന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. The name suggests such kind of systems would have one sequential incoming data stream and one single processing unit to execute the data stream. They are just like uniprocessor systems having parallel computing architecture. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരൊറ്റ ഡേറ്റ സ്ട്രീമേ ഉള്ളൂ, അതുപോലെ തന്നെ ഒറ്റ ഇൻസ്ട്രക്ഷൻ സ്ട്രീമേ ഉള്ളൂ. അപ്പോൾ ഒരു സിംഗിൾ CPU ഉള്ള സിസ്റ്റം ആയിട്ട് തന്നെയാണ് ഈ ഒരു ആർക്കിടെക്ചർ ആക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എല്ലാം നമ്മൾ പറഞ്ഞു പോയതാണ്. ഇനി അഡ്വാൻറ്റേജ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, നിങ്ങൾക്ക് ഈ ഫിഗർ ആണ് എളുപ്പമെങ്കിൽ ഇത് പഠിക്കുക, അല്ലെങ്കിൽ താഴത്ത് തന്നിരിക്കുന്ന ഫിഗർ ആണെങ്കിൽ അത് പഠിക്കുക. ഇത് രണ്ടിൽ ഏത് പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അഡ്വാൻറ്റേജ് തന്നിരിക്കുന്നത് നോക്കുക. ഇറ്റ് റിക്വയർസ് ലെസ് പവർ. There is no issue of complex communication protocol between multiple cores. അതായത് ഒറ്റ CPU മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത് കൊണ്ട് പവർ കുറച്ച് മതി. അതുപോലെ തന്നെ ഒന്നിലധികം CPUs തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് അവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോട്ടോകോളിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇനി ഡിസഡ്വാൻറ്റേജ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, the speed of SIST architecture is limited just like single core processors. It is not suitable for larger applications. അപ്പോൾ ഒറ്റ പ്രൊസസ്സർ ഉള്ളതുകൊണ്ട് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതുപോലെ തന്നെ വലിയ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒന്നും ചെയ്യാനുള്ള എബിലിറ്റി ആർക്കില്ല? SISTക്ക് ഇല്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ ആർക്കിടെക്ചർ ആണ് ഏത്? സിംഗിൾ ഇൻസ്ട്രക്ഷൻ സ്ട്രീം, മൾട്ടിപ്പിൾ ഡേറ്റ സ്ട്രീം. ഒരേ ഇൻസ്ട്രക്ഷൻ തന്നെ ഒന്നിലധികം ഡേറ്റകൾ വെച്ച് പെർഫോം ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. Such kind of systems would have multiple incoming data streams and number of processing units that can act on a single instruction at any given time. They are just like multi-processor systems having parallel computing architecture. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ഒറ്റ ഇൻസ്ട്രക്ഷന്റെ ബേസിലാണ് ഒന്നിലധികം ഡേറ്റകൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പാരലൽ പ്രോസസ്സിംഗ്, മൾട്ടി പ്രോസസർ വെച്ച് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നതെന്നാണ് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് തന്നിട്ടുള്ളത് നോക്കുക. സെയിം ഓപ്പറേഷൻ ഓൺ മൾട്ടിപ്പിൾ എലമെന്റ്സ് ക്യാൻ ബി പെർഫോംഡ് യൂസിംഗ് വൺ ഇൻസ്ട്രക്ഷൻ ഓൺലി. Throughput of the system can be increased by increasing the number of cores of the processor. Processing speed is higher than SISD architecture. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഒരൊറ്റ ഓപ്പറേഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ഇൻസ്ട്രക്ഷൻ വെച്ചുകൊണ്ട് തന്നെ ഒന്നിലധികം ഡേറ്റകളിൽ നമുക്ക് ആ ഓപ്പറേഷന് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ത്രോപുട്ട് ഇൻക്രീസ് ചെയ്യും. ത്രോപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഓഫ് ടൈമിൽ ചെയ്യുന്ന വർക്കിന്റെ എമൗണ്ട് ആണ് ത്രോപുട്ട് എന്ന് പറയുന്നത്. അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെയോ SISD വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡ് കൂടുതലാണ്. ഡിസഡ്വാൻറ്റേജ്,
there is complex communication between numbers of cores of processes. The cost is higher than SAST architecture. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഒന്നിലധികം പ്രൊസസ്സേഴ്സിനെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കേണ്ട ഒരു കേസ് വരുന്നതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവയ്ക്കുള്ള പ്രോട്ടോക്കോളും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്താണ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ സിംഗിൾ ഡാറ്റ സ്ട്രീം, MISD എന്ന് പറയുന്നത്. Systems with the MISD stream have number of processing units performing different operations by executing different instructions on same data set. നമ്മൾ നേരത്തെ പറഞ്ഞു പോയത് തന്നെ ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരേ ഡാറ്റയിൽ തന്നെ ഒന്നിലധികം ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് MIMD, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ഡാറ്റ സ്ട്രീം. MIMD architecture, each processor in a multiprocessor system can execute different sets of instructions independently on the different set of data set in parallel. It is opposite to SIMD architecture in which single operation is executed on multiple data sets. നമ്മൾ പറഞ്ഞത് തന്നെ അല്ലേ, ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ഒന്നിലധികം ഡാറ്റകളിൽ പല ഓപ്പറേഷൻസ് നമുക്ക് അറ്റ് എ ടൈമിൽ തന്നെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. MIMD ആണ് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്ന ഫിഗർ ആണ് കേട്ടോ. അപ്പൊ ഇതോ നിങ്ങൾ അല്ലെങ്കിൽ മുകളിൽ തന്നിരിക്കുന്ന ഫിഗറോ ഏതാന്ന് വെച്ചാൽ എളുപ്പമുള്ളത് പഠിക്കുക. കറക്റ്റ് ആയിട്ട് തന്നെ ഫിഗറും ഡെഫിനിഷനും പഠിച്ചു തന്നെ പോവുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ 4th മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി വരുന്നത് 5th മോഡ്യൂൾ ആണ്, പൈപ്പ് ലൈനിങ് ആൻഡ് വെക്ടർ പ്രോസസ്സിംഗ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.